ഗോലിയത്ത് ഒരു കൊച്ചു കഥയാണ്. ഇസ്രായേൽ ഫിലിപ്പനും പരസ്പരം ശത്രുവായ ഒരു കാലഘട്ടം. ആ ദേശക്കാരനായ ഫിലിപ്പൻ വൈകും പാപ്പട ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുക പതിവായിരുന്നു. ഫിലിപ്പനുടെ നേതാവായ ഒരു വലിയ രാഷ്ട്രനായിരുന്നു ഗോലിയത്ത്. അവന്റെ വലുപ്പത്തിലും യോജിച്ച തരമാണ് അവന്റെ വാളും കുന്തവും പിച്ചെടുത്തായിട്ടുണ്ടല്ലോ. മുമ്പോട്ട് വന്നാലും വരുന്നാണ് വരുവിൻ, നമുക്കൊന്ന് യുദ്ധം ചെയ്യാം. ചുണയുണ്ടെങ്കിൽ വാ, നിങ്ങളെ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. അവന്റെ അട്ടയാസം കേട്ട് എല്ലാവരും ഭയന്നുപോയി. ദൈവത്തിന്റെ ജനത്തെ ഇസ്രായേലിനെ അപമാനിക്കാൻ ഒരു ഫിലിപ്പനെ സമ്മതിക്കാമോ എന്ന ബാലനായ ദാവീദ് ചുറ്റും നിന്ന പടയാളികളോട് ചോദിച്ചു. അവന്റെ ഭംഗിയുള്ള കണ്ണയിൽ കോപത്തിരുമ്പോൾ മിന്നി. കൂട്ടുകാരെ, ദാവീദ് ആരാന്നറിയാമോ? ഇസ്രായേൽ ദേശത്തെ ഒരു കൊച്ചു ആട്ടിടൻ ബാലനായിരുന്നു ദാവീദ്. അവിടെ നിന്നും നാണയമെന്ന അതിസുന്ദരമായിരുന്നു ദാവീദ്. ഫിലിപ്പന്റെ പോർവിളിക്ക് മുമ്പിൽ ഇസ്രായേൽ രാജാവ് ഒരു വിളംബരം നടത്തി. ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഒരു ദിവസം ബാലനായ ദാവീദ് രാജസന്ധ്യയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ തോൽപ്പി തയ്യാറാണ്. തിരുമണി അനുവദിച്ചാൽ മാത്രം മതി. പക്ഷെ രാജാവിന് ചിരിയാണ് വന്നത്. ഇത്തിയുള്ള പയ്യന് ആ മല്ലന് നേരിടുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? ദാവീദ് മറുപടി പറഞ്ഞു, കർത്താവിനെ കാത്തുകൊള്ളു. ഇത് കേട്ട രാജാവ് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അവൻ ആടുകളെ മേയ്ക്കുന്ന വടിയുമെടുത്ത് മൃഗങ്ങളെ ഭയപ്പെടുത്തുന്ന കവണയും 5 കല്ല് സഞ്ചിയിലാക്കി ഗോലിയാത്തിന്റെ തവണയിലേക്ക് യാത്രയായി. ദാവീദിനെ കണ്ട ഗോലിയാത്ത് ഉഗ്രമായ അലറി. ഉഗ്രമായ പോരാട്ടം തന്നെ അവിടെ നടന്നു. ദാവീദ് സഞ്ചിയിൽ നിന്ന് കല്ലെടുത്ത് കവണയിൽ വെച്ച് ഫിലിപ്പനെ നേർത്തെറിഞ്ഞു. ഫിലിപ്പനെ നെറ്റിയിൽ പറിച്ച് ഉഗ്രമായ അലർച്ചയിൽ കമ്മടിച്ചു വീണു. ഫിലിപ്പന്റെ തലവെട്ടി ഉയർത്തി പിടിച്ചു. ഫിലിപ്പന്റെ സൈന്യം തോറ്റു പിന്നാലെ. ദേശസേനയായ ഇസ്രായേൽ നൃത്തം ചെയ്തു. കൂട്ടുകാരെ, നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാം. അപ്പോൾ വിജയം ഉറപ്പാണ്. താങ്ക് യു.